നമസ്കാരം. ന്യൂസ് 18 ഇന്ത്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചപ്പോൾ ബലാക്കോട്ടും പുൽവാമയും റഫാലുമൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയങ്ങൾ. രാജ്യത്തിൻ്റെ കാവൽക്കാരനാണ് പ്രധാനമന്ത്രിയെന്ന് BJP. എന്നാൽ കാവൽക്കാരൻ കള്ളനെന്നായിരുന്നു കോൺഗ്രസിൻ്റെ മറുപടി. പ്രചാരണം അവസാന ലാപ്പിലേക്കെത്തുമ്പോൾ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയായിരിക്കുന്നു BJPയുടെ പ്രധാന പ്രചാരണ വിഷയം. ആദ്യം ബൊഫോഴ്സ് വിവാദവും പിന്നാലെ സിഖ് കൂട്ടക്കൊലയുമൊക്കെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ BJP ഉയർത്തിക്കൊണ്ടുവന്നു. 2019 തിരഞ്ഞെടുപ്പിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വിഷയമാകുന്നത് BJPയുടെ 18ാമത്തെ അടവാണോ? ഇതേപ്പറ്റിയാണ് രാഷ്ട്രം രാഷ്ട്രീയത്തിൽ ആദ്യം. ദേശീയതയും ഹിന്ദുത്വവും തെരഞ്ഞെടുപ്പ് ഗോതയിൽ അരങ്ങുവാണ 2 മാസത്തിന് ശേഷം പ്രചാരണ വിഷയം 28 വർഷങ്ങൾക്ക് പിറകിലേക്ക് പോയി. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയിലാണ് ആ യാത്ര എത്തിനിന്നത്. റഫാൽ ഉയർത്തിക്കൊണ്ടുവന്ന രാഹുൽ ഗാന്ധിക്കെതിരെ ബൊഫോഴ്സ് വീണ്ടും ആയുധമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു. ലഖ്നൌവിലെ പ്രചാരണ റാലിക്കിടെയായിരുന്നു മോദിയുടെ വിവാദ പ്രസംഗം. आपके राग दरबारियों ने मिस्टर क्लीन बना दिया था. गाजे बाजे के साथ मिस्टर क्लीन चला था. लेकिन देखते ही देखते भ्रष्टाचारी नंबर 1 के रूप में उनका जीवन काल समाप्त हो गया. ഇതിനെതിരെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസും ശക്തമായി തിരിച്ചടിച്ചു. രാജീവ് ഗാന്ധിയുടെ പേരുപയോഗിച്ച് കർമ്മഫലത്തിൽ നിന്ന് രക്ഷ നേടാൻ മോദിക്കാകില്ലെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം. രാജീവ് ഗാന്ധിയെ രക്തസാക്ഷിയാക്കി ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രിയങ്കയുടെ തിരിച്ചടി. जब नाश मनुष्य पर छाता है पहले विवेक मर जाता है. हरि ने भीषण हुंकार किया, अपना स्वरूप विस्तार किया. डगमग डगमग दिग्गज डोले, भगवान कुपित होकर बोले, जंजीर बढ़ा कर साध मुझे, हाँ हाँ दुर्योधन बांध मुझे. മോദിയുടെ പരാമർശം ലജ്ജിപ്പിക്കുന്നതാണെന്നായിരുന്നു കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതികരണം. राजीव गांधी के बारे में हमें बहुत दुख हुआ करता. हमें शर्म इसलिए आती है कि हम भी गुजराती हैं. इतना झूठ बोल सकते, इतना नीचा बोल सकते हैं. हमें बहुत दुख होता. ഇതിൽ അവസാനിച്ചില്ല രാജീവ് ഗാന്ധിയെ കരുചേർത്തുള്ള BJPയുടെ നീക്കം. സിഖ് വിരുദ്ധ കലാപത്തിലും മുൻ പ്രധാനമന്ത്രിയുടെ പേര് BJP വലിച്ചിഴച്ചു. हरियाणा, पंजाब सहित देश के अलग अलग हिस्सों में हमारे हजारों सिख बहन भाई, छोटे छोटे बच्चों को कांग्रेस परिवार और उसके दरबारियों के इशारों पर हत्या की गई. बेरहमी से उनको मारा गया. ഇതോടെ രാഷ്ട്രീയം മറന്ന രാജീവ് ഗാന്ധിയെ ചൊല്ലിയായി കോൺഗ്രസ് BJP വാക്പോര്. അടിക്ക് തിരിച്ചടി നൽകി ഇരു പാർട്ടികളും തെരഞ്ഞെടുപ്പ് മറന്നുള്ള രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയായിരുന്നു. Therefore, all you can do is abuse people. All you can do is that embrace falsehood, not tell the right things and raise issues which have nothing to do with the issues of this election. This election actually should be talking about jobs. It should be talking about the agricultural crisis. मैं चुनौती उनको देता हूं, माननीय प्रधानमंत्री को और अमित शाह जी को, कि कभी तथ्यों पे मुझे नकार दें. जब आप असमर्थ हैं किसी को दोषी ठहराने में, कानून के कटघरे में, तो क्या आपको शोभा देता है चुनाव में मिथ्या प्रचार करना, बरगलाना, झूठ बोलना? നാവികസേന കപ്പലായ INS വിരാട് സ്വകാര്യ ആവശ്യത്തിന് രാജീവ് ഗാന്ധി ഉപയോഗിച്ചു എന്നാരോപിച്ച് പ്രധാനമന്ത്രി മോദി ആക്രമണത്തിന് മൂർച്ച കൂട്ടി. क्या आपने कभी सुना है कि कोई अपने परिवार के साथ युद्धपोत से छुट्टियां मनाने जाए? कांग्रेस के सबसे बड़े इस नामदार परिवार ने INS विराट का अपने पर्सनल टैक्सी की तरह इस्तेमाल किया था. से हमारे सेना के अंगों को इस झूठ में घेरा, ड्रैग किया. क्या देश को और आपको शोभा देता है ये?
क्या पहले किसी प्रधानमंत्री ने कभी 70 वर्ष में ये किया? ये तो बिल्कुल गलत बात है और झूठ बात है. രാഷ്ട്രീയം മാറിമറിഞ്ഞ തെരഞ്ഞെടുപ്പാണ് ഇത്തവണ കടന്നു പോകുന്നത്. പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പുൽവാമയും ബാലാക്കോട്ടും ഉറിയും അടക്കമുള്ള സംഭവങ്ങളിൽ ഊന്നിയായിരുന്നു രാഷ്ട്രീയം നീങ്ങിയത്. റഫാലിൽ പിടിച്ചു നീങ്ങിയ കോൺഗ്രസ് പക്ഷേ അതിൽ നിന്ന് വ്യതിചലിച്ചില്ല. അതേസമയം കോൺഗ്രസിനെയും നേതാക്കളെയും വ്യക്തിപരമായി കടന്നാക്രമിച്ച BJP നീങ്ങിയതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറുകയായിരുന്നു. അവസാന ഘട്ടത്തിലേക്കെത്തുമ്പോൾ നടക്കുന്ന ഈ മാറ്റങ്ങൾ BJP പ്രതിരോധത്തിലാകുന്നതിന്റെ സൂചനയാണോ? ദേശീയത അടക്കം കാലഹരണപ്പെട്ടു തുടങ്ങിയെന്ന ചിന്തയാണോ രാഷ്ട്രീയ നീക്കം മാറ്റാൻ BJPയെ പ്രേരിപ്പിച്ചത്? മാറിമറിഞ്ഞ രാഷ്ട്രീയം ഓരോ ഘട്ടത്തിനെയും ബാധിച്ചിട്ടുണ്ടോ എന്ന് കാത്തിരുന്ന് കാണാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. BJPയുടെ ശക്തിദുർഗമായ ഹിന്ദി ഹൃദയഭൂമിയിലേക്കാണ് വോട്ടെടുപ്പ്. കർഷക രോഷങ്ങളും പ്രതിഷേധങ്ങളുമൊക്കെ ആഞ്ഞടിച്ച മണ്ണാണിവിടെ. ഈ പ്രതിഷേധങ്ങൾ ഏതു തരത്തിൽ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് പരിശോധിക്കാം. രാഷ്ട്രീയത്തിൽ ഇനി കാർഷിക പ്രശ്നങ്ങൾ ഉയർത്തിയുള്ള കർഷക പ്രതിഷേധങ്ങൾ 2017 മുതൽ നരേന്ദ്രമോദി സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. BJP അധികാരത്തിലുള്ള മഹാരാഷ്ട്രയിലായിരുന്നു പ്രതിഷേധത്തിന്റെ തുടക്കം. ഇടത് സംഘടനകളുടെയും കിസാൻ മഹാസഭയുടെയും നേതൃത്വത്തിൽ നടന്ന ലോങ് മാർച്ച് ഇന്ത്യയെ പിടിച്ചുലച്ചു. തമിഴ്നാട്ടിൽ നിന്നുള്ള 100-ലേറെ കർഷകർ ഡൽഹിയിലെത്തി പ്രതിഷേധവും നിരാഹാര സമരവും നടത്തി. മാധ്യമങ്ങളിൽ കർഷക പ്രശ്നങ്ങളായി മുഖ്യ ചർച്ചാ വിഷയം. 2018-ലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. മധ്യപ്രദേശ്, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കർഷക പോരാട്ടങ്ങൾ ശക്തമായി. ഈ സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ അതൃപ്തി പ്രതിഫലിച്ചു. തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും BJPക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നു. തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ സാധിക്കും മുൻപേ പൊതുതെരഞ്ഞെടുപ്പെത്തി. ബജറ്റിൽ കർഷകർക്ക് സഹായം വാഗ്ദാനം ചെയ്തെങ്കിലും ദേശീയതയും രാമക്ഷേത്രവും നിറഞ്ഞുനിന്ന തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ പക്ഷേ കർഷക പ്രശ്നങ്ങൾ വിഷയമാകുമോ? പ്രത്യേകിച്ച് കരിമ്പ് കർഷകരുടെ പ്രശ്നങ്ങൾ. കരിമ്പ് കർഷകർക്ക് മില്ലുടമകൾ പണം നൽകാത്തതാണ് പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം. കർഷകർക്ക് നൽകാനുള്ള കടം 100 കോടി കവിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, 525 മില്ലുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച 30 മില്യൺ ടൺ പഞ്ചസാര കയറ്റുമതി ചെയ്യാനോ വിൽക്കാനോ സാധിക്കാതെ മില്ലുകളിൽ പൂട്ടിക്കിടക്കുന്നു. 50 ലക്ഷത്തോളം കർഷകരെയാണ് ഈ പ്രതിസന്ധി നേരിട്ട് ബാധിക്കുന്നത്. പഞ്ചസാര ഉൽപ്പാദനത്തിൽ ബ്രസീലിനെ മറികടന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെയും പ്രതിസന്ധി ബാധിച്ചു. പ്രതിസന്ധി മറികടക്കാൻ പഞ്ചസാര ഉൽപ്പാദനത്തിന്റെ കേന്ദ്രമായ കൈരാന ഉൾപ്പെട്ട ഉത്തർപ്രദേശിലെ BJP സർക്കാരിന് ആയില്ല എന്നതാണ് കർഷകർ ഉന്നയിക്കുന്ന ആരോപണം. धरने चले, प्रदर्शन चले, खर्चा हुआ, गन्ना सारा सूख गया हमारा, बिजली के बिल बढ़ा दिए, ट्वेल का बिल 1500 रुपए कर दिया. तो गवर्नमेंट की पॉलिसीज वी डोंट नो कि वो फाइल में ही बनती है कि ग्राउंड पे उनका इम्प्लीमेंटेशन कुछ है नहीं. കർഷകരുടെ ആരോപണങ്ങളെ പക്ഷേ ഉത്തർപ്രദേശ് സർക്കാരും കേന്ദ്ര സർക്കാരും തള്ളുകയാണ് ഉണ്ടായത്. കർഷകർക്ക് അനുവദിച്ച സഹായങ്ങളും പ്രത്യേക പാക്കേജുകളും അനുവദിച്ചത് ഉയർത്തിക്കാട്ടി പ്രതിഷേധത്തെ തണുപ്പിക്കാനായിരുന്നു सरकार श्रम. या फिर किसान के लिए बीज और खाद की उपलब्धता, मोदी जी के नेतृत्व में सरकार आने के बाद नीम कोटेड यूरिया की उपलब्धता सुनिश्चित कराने की जो कार्रवाई किसानों के लिए सुनिश्चित हुई है. गन्ना किसानों को उचित मूल्य दिलाने के लिए सरकार द्वारा गन्ने के समर्थन मूल्य में भी बढ़ोतरी की गई है. इतना ही नहीं, प्रति क्विंटल गन्ने पर लगभग 14 रुपये की अतिरिक्त मदद सीधे किसानों के खाते में पहुंचाई गई. പ്രശ്നങ്ങളെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിചിത്രമായ വാദഗതിയോടെയാണ് നേരിട്ടത്. പഞ്ചസാര പ്രമേഹത്തിന് കാരണമാണ്.
അതിനാൽ കരിമ്പ് കൃഷി മാറ്റി മറ്റേതെങ്കിലും കൃഷിയിലേക്ക് തിരിയൂ എന്നതായിരുന്നു യോഗിയുടെ ഉപദേശം. गन्ना के अलावा कुछ अन्य फसलों को भी बोने की आदत डालनी पड़ेगी. दिल्ली का बाजार आपके पास है, आप इतना गन्ना लगा दे रहे हैं कि बहुत सारे लोगों को शुगर हो जा रहा है. സർക്കാർ മുന്നോട്ട് വെച്ച നടപടികൾ ഫലപ്രദമാകുന്നില്ലെന്ന സന്ദേശം പ്രതികരണങ്ങളിലൂടെ വ്യക്തം. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകം സഹകരണ മേഖലയിലുള്ള 183-ലേറെ മില്ലുകളുടെ ചെയർമാൻ പദവിയിലുള്ളത് സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തിലുള്ള നേതാക്കളാണെന്നതാണ്. അതായത് പഞ്ചസാര ഉൽപാദന രംഗത്തെ പ്രശ്നങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിനായി സൃഷ്ടിക്കുകയാണെന്നും പറയാം. ലോകത്തിൽ പഞ്ചസാര ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയിൽ കൃഷിക്ക് ചെലവാക്കുന്ന തുകയും കർഷകർക്ക് ലഭിക്കുന്ന തുകയും പഞ്ചസാര ഉൽപാദന ചെലവും മറ്റ് രാജ്യങ്ങളെക്കാൾ ഉയർന്നതാണെന്നതും മറ്റൊരു ശ്രദ്ധേയ ഘടകമാണ്. ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും 50 ലക്ഷത്തോളം പഞ്ചസാര കർഷകരുടെ പ്രശ്നങ്ങൾ പ്രതിഫലിക്കുക 128 സീറ്റുകളിലാണ്. 543 സീറ്റുകളുള്ള പാർലമെന്റിൽ ഈ സംഖ്യ നിർണായകമാണ്. പഞ്ചാബിൽ നിർണായക പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് ഗുരുദാസ്പൂർ. പത്താൻകോട്ട് അടക്കമുള്ള അതിർത്തി പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലം. BJP അവസാന നിമിഷം വരെ ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നില്ല. ഒടുവിൽ ചലച്ചിത്ര താരം സണ്ണി ഡിയോൾ സ്ഥാനാർത്ഥിയായെത്തി. താരപോരാട്ടം നടക്കുന്ന ഗുരുദാസ്പൂർ ആർക്കൊപ്പം? ഇതേപ്പറ്റിയാണ് ദേശങ്ങളിലൂടെ ആദ്യം. 1952 മണ്ഡലം രൂപീകരിച്ച ശേഷം കോൺഗ്രസിനൊപ്പം നിന്ന മണ്ഡലമായിരുന്നു ഗുരുദാസ്പൂർ. സിഖ് വിരുദ്ധ കലാപത്തിനു ശേഷവും കോൺഗ്രസിനെ കൈവിടാത്ത ഗുരുദാസ്പൂരിൽ ആദ്യമായി കോൺഗ്രസ് ഇതര സ്ഥാനാർത്ഥി ജയിക്കുന്നത് 1977 യഗ്യാദത്ത് ശർമ്മ എന്ന ജനസംഘ നേതാവായിരുന്നു അന്ന് വിജയിച്ചത്. പിന്നീട് 1998 മുതൽ 2009 വരെ കോൺഗ്രസിന് ഗുരുദാസ്പൂരിൽ വിജയിക്കാനായിട്ടില്ല. വിനോദ് ഖന്ന എന്ന ബോളിവുഡ് താരതരംഗത്തിൽ BJP ഇവിടെ ജയിച്ചു കയറുകയായിരുന്നു. എന്നാൽ 2009 കോൺഗ്രസ് അനുകൂല തരംഗത്തിൽ ഗുരുദാസ്പൂരിൽ വീണ്ടും കോൺഗ്രസിന് ജയിക്കാനായി. 2014 വീണ്ടും വിനോദ് ഖന്ന സീറ്റ് തിരിച്ചുപിടിച്ചു. വിനോദ് ഖന്നയുടെ മരണത്തോടെ ഒഴിവു വന്ന സീറ്റിൽ പക്ഷേ ജയിച്ചു കയറിയത് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച സുനിൽ ധാക്കർ ആയിരുന്നു. 2 ലക്ഷത്തിന് അടുപ്പിച്ചുള്ള ഭൂരിപക്ഷമാണ് ധാക്കറിന് ലഭിച്ചത്. പഠാൻകോട്ട് തീവ്രവാദി ആക്രമണവും ദേശീയതാവാദവുമൊക്കെ ശക്തമായി നിന്ന സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അനുകമ്പ വോട്ടിൽ പ്രതീക്ഷയർപ്പിച്ച് കരുത്തനല്ലാത്ത സ്ഥാനാർത്ഥിയെ നിർത്തിയ BJPക്കേറ്റ തിരിച്ചടികളിലൊന്നായിരുന്നു ഇത്. ഗുരുദാസ്പൂരിൽ കോൺഗ്രസ് 2ാം തവണയും സുനിൽ ധാക്കറിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷനായ ധാക്കർ തദ്ദേശ രാഷ്ട്രീയത്തിലുള്ള അറിവും MP ആയിരിക്കെ നടത്തിയ വികസനങ്ങളും ഉയർത്തിക്കാട്ടിയാണ് വോട്ട് തേടുന്നത്. ഒപ്പം പഞ്ചാബിലെ കോൺഗ്രസ് അനുകൂല തരംഗവും മുതലാക്കാൻ ധാക്കറിന് സാധിക്കുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. क्योंकि ਅੱਗੇ ਪਿੱਛੇ ਫਿਰ ਦੱਸਣ ਨੂੰ ਕੁਝ ਹੈ ਨਹੀਂ ਉਹਨਾਂ ਕੋਲ. ਲੋਕਾਂ ਨੇ ਪੁੱਛਣਾ ਵੀ ਤੁਸੀਂ ਕੀ ਕੰਮ ਕੀਤਾ, ਉਹ ਫਿਰ ਕੀ ਦੱਸਣਗੇ, ਫਿਲਮਾਂ ਦੇ ਨਾਮ ਗਿਣਾਣਗੇ. ਇਸ ਕਰਕੇ ਸਾਡੇ ਕੋਲ ਜੋ ਸਾਡੇ ਕੋਲ ਅਸੀਂ ਲੋਕਾਂ ਕੋਲ ਲੈ ਕੇ ਗਏ ਆ ਵੀ ਅਸੀਂ ਆਹ ਕੰਮ ਕੀਤਾ, ਆਹ ਅਸੀਂ ਕਰ ਸਕਦੇ ਆ, ਆਹ ਅਸੀਂ ਕਰਨੇ ਤੇ ਤੁਸੀਂ ਇਹਦੇ ਤੇ ਫੈਸਲਾ ਦਿਓ ਸਾਨੂੰ. ਉਹਨਾਂ ਕੋਲ ਸਿਰਫ ਹਾਏ ਤੇ ਬਾਏ ਹੈ, ਫਿਲਮੀ ਗੱਲਾਂ, ਉਹ ਫਿਲਮੀ ഡയലോഗ് ਸੁਣਾ ਰਹੇ ਹੈ, मैं अपने काम गिणवा रहा. മണ്ഡലം തിരിച്ചുപിടിക്കാൻ എല്ലാ ശ്രമങ്ങളും പയറ്റുകയാണ് BJP. തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടങ്ങൾ അവസാനിച്ചതിന് പിന്നാലെ പാർട്ടിയിലെത്തിയ സണ്ണി ഡിയോളിന് സീറ്റ് നൽകുകയാണ് BJP ചെയ്തത്. जान
ഗദ്ദർ, ബോർഡർ, ഹീറോ തുടങ്ങിയ സിനിമകളിലെ ദേശസ്നേഹിയായ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഡിയോളിന് അതിർത്തി പ്രദേശമായ ഗുർദാസ്പൂരിൽ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ. चंदपुरी जी का मैं रोल निभाया, लेकिन असल जो उन्होंने किया वो तो मैं, लेकिन मैं पूरी कोशिश की कि मैं उन्होंने रूह उहदे विच पा सका। जिहड़ा जब भी मैं जाना कितने भी आर्मी वाले जिथे भी मिलता है वो कहते हैं भाई तू जो जो किया असं कोशिश करते हैं साढ़े भी जोश है, उन्होंने कहना कि वो जोश मेरा नहीं है थोड़ा चाहिए। ഒപ്പം വിനോദ് ഖന്ന എന്ന താരത്തെ വിജയിപ്പിച്ച മണ്ഡലമായതിനാൽ സണ്ണി ഡിയോളിന് വിജയസാധ്യത കൂടുതൽ കൽപ്പിക്കുന്നു. തനത് പ്രാദേശിക രാഷ്ട്രീയവും ബോളിവുഡ് താരപരിവേഷവും പോരടിക്കുമ്പോൾ വിജയം ആർക്കൊപ്പമെന്ന് കാത്തിരുന്ന് കാണണം. ഝാർഖണ്ഡിലെ ശ്രദ്ധേയമായ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് ദുംക. മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന ഷിബു സോറന്റെ മണ്ഡലം. ശക്തമായ മത്സരം നടക്കുമ്പോഴും തനത് ശൈലിയിൽ വലിയ ശബ്ദ കോലാഹലങ്ങളൊന്നും ഇല്ലാതെയാണ് സോറൻ വോട്ട് ചോദിക്കുന്നത്. ഇക്കുറിയും സോറനെ ദുംക തുണയ്ക്കുമോ അതോ BJP മണ്ഡലം പിടിച്ചെടുക്കുമോ? ദേശങ്ങളിലൂടെയിൽ കാണാം ദുംകയുടെ രാഷ്ട്രീയ പോരാട്ടം. പ്രാദേശിക രാഷ്ട്രീയം അരങ്ങുവാണ സന്താൾ പർഗാന മേഖലയാണ് ദുംക. ദളിതരും പിന്നോക്ക വിഭാഗങ്ങളും ആദിവാസി ഗോത്ര വിഭാഗങ്ങളും തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിൽ പ്രാദേശികവാദവും ഒപ്പം പിന്നാക്കസ്ഥിതിയിൽ കഴിയുന്നവരുടെ ഉന്നമനവുമാണ് പ്രചാരണ വിഷയം. 30 വർഷത്തിലേറെയായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഷിബു സോറന് തന്നെയാണ് മണ്ഡലത്തിൽ മുൻതൂക്കം. ഒരു തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോടും 2 തവണ BJPയിലായിരുന്ന ബാബുലാൽ മറാണ്ടിയോടും പരാജയപ്പെട്ടതൊഴിച്ചാൽ ദുംക സോറന്റെ കോട്ടയാണ്. ഏതൊക്കെ കേസിൽപ്പെട്ടിട്ടും ഝാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് ഇവിടുള്ള വേരോട്ടം ശക്തമാണ്. ഒരു തവണ ഷിബു സോറനും മറ്റൊരു തവണ മകൻ ഹേമന്ത് സോറനും ഝാർഖണ്ഡിൽ മുഖ്യമന്ത്രി പദത്തിൽ എത്തിയതും ഇതിന് തെളിവാണ്. ഝാർഖണ്ഡിന്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന ബാബുലാൽ മറാണ്ടി BJP വിട്ട് ഝാർഖണ്ഡ് വികാസ് മോർച്ച എന്ന പാർട്ടി രൂപീകരിച്ച് UPAയുടെ ഒപ്പം നിൽക്കുന്നതും സോറന് അനുകൂലമാകും. 14 സീറ്റിൽ 12ലും BJPയാണ് കഴിഞ്ഞ തവണ വിജയിച്ചതെങ്കിലും സോറന്റെ ഡുംക ഉൾപ്പെടെ 2 ഇടങ്ങളിൽ JMMന് ജയിക്കാനായത് സോറന്റെ വ്യക്തിപ്രഭാവത്തിന്റെ തെളിവാണ്. സോറൻ വിഭാഗത്തിലെ വോട്ട് ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സുനിൽ സോറനെയാണ് കഴിഞ്ഞ 3 തവണയായി BJP ഡുംകയിൽ നിർത്തിയത്. കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറഞ്ഞെന്ന പ്രതീക്ഷയിൽ സുനിൽ സോറനെ തന്നെ ഇത്തവണയും ഡുംകയിൽ BJP സ്ഥാനാർത്ഥിയാക്കി. उसके कार्यशैली से यहाँ की जनता उब चुकी है और यहाँ की जनता समझ चुकी है। और चूँकि मैं यहाँ का स्थानीय हूँ और मैं लोकल भी हूँ, इसलिए कि अब जनता जो है यहाँ अब बाहर से आकर के ऐसे लोगों का एक्सेप्ट नहीं करेंगे. സുനിൽ സോറിന് വേണ്ടി പ്രധാനമന്ത്രി അമിത് ഷാ, മുൻ മുഖ്യമന്ത്രി അർജുൻ മുണ്ടെ അടക്കമുള്ളവർ രംഗത്തിറങ്ങി. എന്നാൽ ഗുരുജി എന്നറിയപ്പെടുന്ന ഷിബു സോറന്റെ പ്രചാരണം കുറച്ചുകൂടി പക്വതയേറിയതാണ്. സമ്മതിദായകരെ നേരിട്ട് കണ്ട് വോട്ട് തേടുകയാണ് പണ്ടുമുതലേ സോറന്റെ ശൈലി. ഇതിന് ഇത്തവണയും മാറ്റം വന്നിട്ടില്ല. BJP ഇളക്കിവിടുന്ന ആവേശത്തിൽ ഡുംക മുങ്ങുമോ അതോ ഗുരുജിയെ ഇത്തവണയും ഡുംകയിലെ സമ്മതിദായകർ ഒപ്പം നിർത്തുമോ? മാവോയിസ്റ്റ് ആക്രമണങ്ങളും നക്സൽ സാന്നിധ്യവും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? ഝാർഖണ്ഡിലെ CPI-CPM സാന്നിധ്യം
എത്രത്തോളം തെരഞ്ഞെടുപ്പിനെ ബാധിക്കും? ന്യൂസ് 18 ഇന്ത്യയുടെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും വിശകലനങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.